ഹായ് ഫ്രണ്ട്സ്! ഇപ്പൊ നമ്മളുള്ളത് ആലപ്പുഴ ബീച്ചിലാട്ടോ. ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കാണ്. നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങള് ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചേട്ടന്റെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും കൂടി അടിപൊളിയായിട്ട് ബീച്ചിൽ പോയിട്ടിരുന്ന് കളിക്കുവായിരുന്നു. ജാനിയും നിലയും കൂടെ നല്ല കളിയാട്ടോ മണ്ണ് വാരിയിട്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കളിച്ചിട്ടൊക്കെ അകത്തേക്കൊക്കെ പോവാം, റൈഡിലൊക്കെ കയറാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവരാണെങ്കിൽ വരുന്നില്ലായിരുന്നു. നല്ല കളിയായിരുന്നു. മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമായിരുന്നു. വെള്ളത്തിലൊന്നും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ സമയം അവിടെ കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കെ റൈഡിലൊക്കെ കയറാം. സമയമായിട്ടുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. 4, 5 മണിയോട് കൂടിയൊക്കെയാണ് റൈഡൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങള് ആദ്യം കുറച്ച് ഗെയിമൊക്കെ കളിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങി. ഇവരാണെങ്കി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. മണ്ണില് കളിച്ചിട്ട് ഇവർക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് പിടിച്ച് വലിച്ചോണ്ടൊക്കെ വന്നതാണ്. ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അവിടെ ഇരുന്നിട്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മള് സൺഡേ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇപ്പൊ തിരക്കായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഈ സൈഡൊക്കെ ആള് കുറവാണ്. അപ്പുറത്തൊക്കെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പഴത്തേക്കും ദാ ഇവിടെ ഒരു കുതിര നിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ജാനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കുതിരപ്പുറത്ത് കയറണമെന്നുള്ളത്. ഞങ്ങള് കുതിരയുടെ പുറത്ത് കയറാന്നും പറഞ്ഞൊക്കെ റെഡി ആയിട്ട് നിന്നു. പക്ഷേ കുതിരയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര പേടിയായി. പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രേഷ്മയും നിലുവും കൂടെ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിരപ്പുറത്ത്. എനിക്കും ജാനിക്കൊക്കെ നല്ല പേടിയായിരുന്നു. ഇവള് കേറിയിട്ട് നമുക്ക് പിന്നെ കേറാന്നൊക്കെ പറഞ്ഞ് നിന്നെങ്കിലും പിന്നെ ഞങ്ങള് കേറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രേഷ്മ കേറി കഴിഞ്ഞപ്പോഴത്തേക്കും നിലക്ക് കേറണോന്ന് പറഞ്ഞ് പിന്നെ ബഹളമായി. നിലൂനെ കാശെടുത്ത് കേറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല പേടിയെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും അമ്മ ഇരിക്കുന്ന ധൈര്യത്തിൽ ആളങ്ങനെ കേറിപ്പോയി. ഞാനും ജാനിയും കൂടെ താഴെ നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ കുതിരപ്പുറത്ത് കേറിയത്. എന്ന് വെച്ച് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ആള് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് ഒത്തിരി സ്പീഡിലൊന്നും പോവില്ലാന്ന് അയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരത്തിയുടെയും. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവര് രണ്ടാളും കൂടി കുതിരപ്പുറത്ത് അങ്ങ് പോയി. ഞങ്ങള് ഇവിടെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ അത് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ച് വരുവായിരുന്നു. അടുത്ത റൈഡ് നമ്മൾ കേറിയിട്ടുണ്ടായിരുന്നത് ഇതാട്ടോ. ഇത് ചെറിയ പിള്ളേർക്ക് മാത്രമേ ഇതിൽ കേറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് എവിടെ ഉണ്ടെങ്കിലും ജാനിയും ദേവും ഇതിന്റെ പുറത്ത് വലിഞ്ഞ് കേറുവേ. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ കൂട്ടത്തില് ഏറ്റവും ചെറുത് അവളായിരുന്നു കേട്ടോ. അവൾക്ക് ഒരു പേടിയുമില്ല. അവള് വലിഞ്ഞ് മേളിലോട്ട് കേറി പോകുന്നത് കണ്ടില്ലേ. പക്ഷെ നിലൂന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവള് കുറച്ച് സമയം അവിടെ നിന്നിട്ട് കരച്ചിലായ ആള് മേളിലോട്ട് കേറാൻ പേടിയാന്ന് പറഞ്ഞിട്ട്. പിന്നെ ജാനീനെ നോക്കിയിട്ട് അവള് മേളിലെത്തി. ദേവു ദേവു എങ്ങോട്ട് പോയെന്നാവോ? ദേവുവിനെ കാണുന്നില്ലല്ലോ. മേളീന്ന് ഇറങ്ങി വരുന്നുണ്ടേ. ഇതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാണ് ഇതില് കേറിയിട്ട് കളിക്കാനൊക്കെ. നമ്മള് നേരത്തെയും പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇതിന്റകത്ത് കേറി കളിക്കലാട്ടോ ഇവരുടെ സ്ഥിരം പരിപാടി. അങ്ങനെ അവര് രണ്ടാളും കൂടി ഇറങ്ങി പോകുന്നു താഴത്തേക്ക്. നിലൂനാണെങ്കി പേടിയായിട്ട് അവള് പോരുകയും ചെയ്തേ. അവര് നല്ല കളിയാണ്. അപ്പൊ കുറച്ച് സമയം ഇതിന്റകത്തൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് കേറാൻ വേണ്ടിയിട്ട് നമുക്ക് 60 രൂപയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്നത്. അപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങി കൊടുക്കുകയൊക്കെ വേണം. അപ്പൊ ഈ പിള്ളേരെല്ലാരും കൂടി ഒരുമിച്ചാണ് കേറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മേളിലോട്ട് വലിഞ്ഞ് വലിഞ്ഞ് കേറിപ്പോവും. ഒരു സൈഡിൽ കൂടെ മേളിലോട്ട് കേറാം. അപ്പുറത്തെ സൈഡിൽ കൂടി ഊർന്നിറങ്ങാം. അങ്ങനത്തെയാണേ. അപ്പൊ കുറച്ച് സമയം അതിന്റകത്ത് കളിക്കുകയൊക്കെ ചെയ്തു. എന്റെ പൊന്നോ! എനിക്കാണെങ്കി പേടിയായിട്ട് പാടില്ലാഞ്ഞേട്ടാ. അവള് മേളിലോട്ട് വലിഞ്ഞ് കേറണ കണ്ടിട്ട് തലയും കുത്തി താഴെ വീഴും. ബാക്കേ ബാക്കേ പിള്ളേര് വന്ന് ഇങ്ങനെ തള്ളുവൊക്കെ ചെയ്യുവല്ലോ. പക്ഷെ അവൾക്ക് ഒരു പേടിയുമില്ല. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ആൾക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലൊക്കെ ദാ താഴത്ത് അപ്പറെ കൂടെ ഊർന്നിറങ്ങുവാണേ. കുറേ കുഞ്ഞു കുഞ്ഞു പിള്ളേരുണ്ട്. കൂട്ടത്തില് ഏറ്റവും ചെറുത് അവളാണ് എന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മളിത് റൈഡിൽ കയറാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. മണ്ണ് വാരി എറിയലാണ്. ഒരു രക്ഷയില്ല. അവൾക്കാണെങ്കിൽ മണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണേ. നമ്മളുടെ വീട്ടിൽ മണ്ണ് കുറവാണേ. പൂഴിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് മണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിലുവും ജാനിക്കുട്ടിയും കൂടെ അവിടെ മണ്ണ് വാരിയൊക്കെ നല്ല കളിയാണേ. അപ്പൊ ഈ റൈഡിൽ കയറണമെന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ കയറ്റാനുള്ള ധൈര്യം കൂട്ടത്തിൽ കയറാൻ എനിക്കും പേടിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നത് താഴെ നിന്ന് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഈ കാണുന്ന ചെറിയ ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ. അപ്പോൾ എനിക്കിതിൽ കയറിയിട്ടുണ്ടെങ്കിൽ തല കറങ്ങുമെന്നും പറഞ്ഞിട്ട് ഞാൻ താഴെ നിന്നു. ജാനിയും ദേവും കൂടെ മേളിലോട്ട് കയറിപ്പോയി. അത് ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ ദേവൂസിൻ്റെ കയ്യിൽ ഗോപ്രോ കൊടുത്തിട്ട് അവനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ ഇരുന്നവരുടെ ബാക്കും
സൈഡൊക്കെയാണ് ആൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ കുറെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതില് ജാനിയും ദേവും കൂടെയാണ് കേറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആളും താഴെ നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെയാ താഴത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞത്. ഇതിന് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 60 രൂപയാണ് ഇതിലും എടുത്തിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റോ മറ്റോ കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി കൊടുക്കണം. അടുത്ത ആൾക്കാർ ക്യൂ ആണ് കേട്ടോ കയറാനായിട്ട്. താഴത്തേക്ക് നോക്കിയാൽ നല്ല തിരക്കാണ്. സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. രാത്രിയാട്ടോ കാണാനായിട്ടൊക്കെ നല്ല രസം. നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് തന്നെ എല്ലാ റൈഡിലും കേറാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേര് കളിക്കുന്നയാട്ടോ. ദേവൂസിനൊന്നും കേറാൻ പറ്റത്തില്ല. ജാനിക്ക് കേറാന്നും പറഞ്ഞ് നമ്മളിവിടെ ടിക്കറ്റ് എടുത്തായിരുന്നു. ഇതില് കളിക്കാനായിട്ട് 50 രൂപയുടെ ടിക്കറ്റായിരുന്നു കേട്ടോ എടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ബോട്ട് അത്ര നൽപ്പൊന്നും അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലതൊന്നും അത്ര സ്പീഡിൽ ഓടുന്ന കാര്യങ്ങളൊന്നുമില്ല. പിള്ളേര് ഒത്തിരി ബലത്തിലൊക്കെ തള്ളിയാലാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ജാനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഇതായിരുന്നു. നിലൂന് വലിയ പ്രശ്നമൊന്നുമില്ല. അവള് നല്ല രീതിയിൽ തള്ളിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവള് കേറി. ജാനിക്കിപ്പോ ബോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ റെഡ് ബോട്ടാട്ടോ ജാനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തെയും കേറി ഇരുന്നങ്ങ് തുഴയാനൊക്കെ തുടങ്ങി. പക്ഷേ അതത്ര ക്ലിയർ അല്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിന്റെ ഹാൻഡില് ശരിക്കും കറങ്ങുന്നുണ്ടായിരുന്നില്ല. അതാണെന്ന് തോന്നുന്നു. എന്നാലും ആള് കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തള്ളുന്നുണ്ട്. കുറച്ച് അധിക സമയം ഇതില് കളിച്ചൂന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചേട്ടൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഇറങ്ങാനൊന്നും അങ്ങനെ പറഞ്ഞൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഇത്ര സമയം കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി കൊടുക്കണമല്ലോ. കുറെ കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്കിതിലൊന്നും കേറാൻ പറ്റത്തില്ല. നമ്മൾ പുറത്ത് നിന്ന് കുറച്ചധികം നേരം കാണുകയൊക്കെ ചെയ്തു. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കണ ക്യൂ കണ്ടാ വലിയ സാധനത്തെ കേറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾക്കാർ അത്രയും കേറി നിൽക്കുന്നത്. നല്ല ബഹളവും ഒച്ചപ്പാടും ഒക്കെയാണ്. കേറുന്ന ആൾക്കാരൊക്കെ കിടന്നിട്ട് കാറി പൊളിക്കുവാണ്. ഈ സാധനം മേളിലൊക്കെ ചെന്നിട്ട് നിന്ന് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഞാൻ ഒരു വട്ടം കേറിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതോടുകൂടി പരിപാടി നിർത്തിയതാണ്. താഴെ നിന്ന് കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങും, ഛർദ്ദിക്കാനൊക്കെ വരുവേ. നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. രാത്രിയാവുന്നതോടുകൂടിയാണ് നല്ല രസമൊക്കെ. അതിൽ ലൈറ്റുകളൊക്കെ കണ്ട് അതെല്ലാം തെളിഞ്ഞ് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. നമ്മൾ എല്ലാത്തിലുമൊക്കെ കയറണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ജാനിയുടെ ബോട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്ത് അവള് കളിച്ചുകൊണ്ടിരിക്കുകയാണേ. നമ്മള് ഒട്ടുമിക്ക റൈഡുകളിലും കേറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാണണം കേട്ടോ. നമ്മുടെ വീഡിയോ കാണുകയും വേണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. സ്കൈ ഡൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ കേറി ഫുഡൊക്കെ കഴിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു മേളിലെത്തിയിട്ട് ആ സാധനം നിന്ന് പോയതായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി. അങ്ങനെ ഞങ്ങൾ കേറിയൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് തന്നെ ഇവര് കുറേ സമയമായി കളിക്കാൻ തുടങ്ങിയിട്ട്. വിളിച്ചിട്ടാണെങ്കിൽ വരുന്നുമില്ല. ജാനിയൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. കുറേ കുഞ്ഞി പിള്ളേരുണ്ട് കളിക്കാനായിട്ട്. നമ്മള് ശരിക്കും പോയിട്ടുണ്ടായിരുന്നത് ഡിസംബർ ലാസ്റ്റോട് കൂടിയാണ് കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാണ്